ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് മീ കാവ്യ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ബർത്ത് ഡേറ്റിൻ്റെ അന്നാണ്. സോ ബർത്ത്ഡേൻ്റെ അന്ന് ഞങ്ങൾ വെറുതെ ഒരു പ്ലാനും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത് നമുക്കൊന്ന് മാറി സ്റ്റേ ചെയ്താലോ ഒന്ന്. സോ ഞങ്ങൾ ചൂസ് ചെയ്തത് ദേറയിൽ നൈറ്റ് കാസ്റ്റ്ലേ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. ആക്ച്വലി ഹോട്ടൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇൻസൈഡ് വ്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസൈഡ് വ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അത്യാവശ്യം ഭയങ്കര ലൈറ്റും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഓഫറിനാണ് ഇത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റൂമിലോട്ട് പോകുമ്പോൾ നല്ല വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് റൂം കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ നല്ല ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് റൂമിലുണ്ടായിരുന്നു. ഇതാണിപ്പോൾ റൂമിൽ ഞങ്ങളുടെ റൂം ഇത്രയും വലുപ്പമാണുള്ളത്. ഔട്ട്സൈഡ് ഫുൾ ബിൽഡിങ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു ഏരിയ ഫുൾ. പിന്നീട് ഞങ്ങളൊരു ടീ ഒക്കെ കുടിച്ചിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ആക്ച്വലി എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ നോക്കിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സംസാരിക്കുന്നതാണ്. അപ്പോഴാണല്ലോ കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്. പിന്നെയാണ് ഓർത്തത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണല്ലോ ഇങ്ങോട്ട് വന്നത്. സോ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്ത് രണ്ടുപേരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ കാണാൻ പോയി. എങ്ങനെയുണ്ട്, പുറത്ത് എങ്ങനെയുണ്ട്, വ്യൂസ് എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ പോയത്. ബട്ട് അവിടെ നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ 7 o'clock അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പോയ ടൈമിൽ ഞങ്ങൾക്ക് സ്വിം ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ ഈവനിങ് ഒരു 7 o'clock ആകുമ്പോൾ വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ സ്വിം ചെയ്തത്. ബട്ട് ഈ ഇറക്കൊക്കെ കണ്ടാൽ വിചാരിക്കും ഇപ്പം സ്വിം ചെയ്യുമെന്ന്. ബട്ട് എനിക്ക് സ്വിം ചെയ്യാൻ അറിയത്തില്ല. പിന്നെ കുറച്ച് നേരം എനിക്ക് ഇങ്ങനെ ഏട്ടന് സ്വിം ചെയ്യാനൊക്കെ പഠിപ്പിച്ചു തന്നായിരുന്നു. ഇതിന് മുന്നേ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് സ്വിം ചെയ്യാൻ എനിക്ക് അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്നൊന്നും ഇത് പഠിക്കുന്നില്ല തോന്നുന്നു. ഏട്ടന്മാരാണെന്നുണ്ടെങ്കിലും ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ പഠിഞ്ഞിട്ടില്ല. എന്തോ എനിക്ക് അതങ്ങോട്ട് വഴങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നൈറ്റ് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. പുറത്ത് പോയിട്ട് കുഴിമന്തി കഴിച്ച് പിന്നെ നേരെ വന്ന് റൂമിലോട്ട് വന്നു. റൂമിൽ എനിക്ക് അടിപൊളിയായിട്ട് നൈറ്റായിരുന്നു. ഒരു ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ നൈറ്റ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ തിരിച്ചു പോയത് ഗോൾഡ് സൂക്ക് വഴിയാണ്. ദുബായിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും ഗോൾഡ് സൂക്ക്. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇത് ഞങ്ങൾ പോകുന്നത് ആക്ച്വലി ഞങ്ങൾ ആ ഷിപ്പിൽ കയറിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ 1 or 2 dirham മാത്രമേ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന് പോകുമ്പോൾ ചിലവായിട്ടുള്ളൂ. ബട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾ ടാക്സിയിലാണ് വന്നേ. പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി. പക്ഷേ ഈ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോകണേ. ഗോൾഡ് സൂക്കിലൊക്കെ പോകുമ്പോൾ ദുബായ് വരുമ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ പോകണം. കാരണം ഇങ്ങനെ പോകുമ്പോൾ അത്ര വലിയ ചിലവുമില്ല. ആകെ 2 dirham മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ വെള്ളം ഇങ്ങനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നട്ടപ്പൊരു വെയിലത്താണ് ഞങ്ങൾ ഈ പോകുന്നത്. ആക്ച്വലി നിങ്ങൾ പോകുമ്പോൾ ഒരു ഈവനിങ്ങിലൊക്കെ പോകുന്നത്. അപ്പോഴേ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ടൈം ആകുമ്പോഴത്തേനും ഞങ്ങൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ, സീ യു. പിന്നെ വരാവേ.